സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വൺ ഒരുക്കിയ ഫ്യൂച്ചർ സമ്മിറ്റ് വിവിധ പ്രവിശ്യകളിലെ ബിസിനസ് സംരംഭകരുടെ സംഗമമായി. വിവിധ സെഷനുകളിലായി സൗദി വിപണി സംബന്ധിച്ച് പ്രമുഖർ സംസാരിച്ചു. സൗദിയിലെ ഭാവി അവസരങ്ങൾ, വെല്ലുവിളികൾ എന്നിവയെല്ലാം നിറഞ്ഞതായിരുന്നു സെഷനുകൾ. മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ജിദ്ദ എഡിഷനാണ് ഇന്നലെ റിഡ്സ് കാൾട്ടണിൽ സമാപിച്ചത്. വൈകിട്ട് 3-ന് രജിസ്ട്രേഷനോടെയായിരുന്നു തുടക്കം. 4 മുതൽ വിവിധ സെഷനുകളിലായി പ്രമുഖർ സംസാരിച്ചു. രാത്രി 11 വരെ വിവിധ സെഷനുകൾ നീണ്ടു. സൗദിയിലെ ഭാവി അവസരങ്ങൾ, വെല്ലുവിളികൾ, ഓഡിറ്റിംഗ് മേഖലയിലെ സ്ഥിതി, റിയൽ എസ്റ്റേറ്റ്, നിക്ഷേപ സാധ്യതകൾ എന്നിങ്ങനെ വ്യത്യസ്തമായ സെഷനുകളാണ് അരങ്ങേറിയത്. സൗദിയിൽ നടന്ന 3ാമത്തെ ഫ്യൂച്ചർ സമ്മിറ്റാണ് ഇവിടെ നടന്നത്. ഈ 3 ഫ്യൂച്ചർ സമ്മിറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്ത, ധാരാളം വൈജ്ഞാനിക സെഷൻ ഉൾപ്പെട്ട ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് സെഷനായിരുന്നു ജിദ്ദയിലുണ്ടായ ഫ്യൂച്ചർ സമ്മിറ്റ്. ഇതിൻ്റെ തുടർച്ചയായി ഇത്തരം ബിസിനസ് കണക്ട് നെറ്റ്വർക്കുകൾ, ബിസിനസ് കണക്ട് ഈവൻറ്റുകൾ തുടർച്ചയായി നടത്തുവാൻ വേണ്ടിയാണ് മീഡിയ വൺ ഉദ്ദേശിക്കുന്നത്. UAE, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ കൂടി ഫ്യൂച്ചർ സമ്മിറ്റ് ഉടനെ തന്നെ നടത്തുവാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിവിധ രംഗങ്ങളിലെ പ്രമുഖരായ ഖാലിദ് അൽ മൈന, മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ്, നജീബ് മുസ്ലിയാരകത്ത്, മുഹമ്മദ് ഫസീം, ഷിബിലി റഹ്മാൻ, മുഹമ്മദ് ആഷിർ, PC മുസ്തഫ, റഹീം പട്ടർക്കടവൻ തുടങ്ങിയവർ സംഗമത്തിൽ ഭാഗമായി. ഇതിൽ നടന്ന ഓരോ സെക്ഷൻസും വളരെ വിലയേറിയ, വളരെ നല്ല രീതിയിലുള്ള സെഷൻസ് ആയിരുന്നു. ഏതൊരു ബിസിനസ്സുകാരനെ കുറിച്ചും ഏതൊരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും ഇതിൽ ഒന്നും മിസ് ചെയ്യാനുണ്ടായിരുന്നില്ല. എല്ലാ സെക്ഷൻസും എല്ലാ സ്പീക്കേഴ്സും വളരെ വാലിഡ് പോയിന്റ്സ് ആണ് ഇവിടെ അവതരിപ്പിച്ചത്. മാത്രമല്ല, ഇത്തരം ഒരു പരിപാടി അടുത്ത ജിദ്ദയിൽ നടന്നതായിട്ട് നമുക്ക് ആർക്കും ഇത്രയും നല്ലൊരു പരിപാടി ഇത്ര നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ മീഡിയ വണ്ണിന് മാത്രമേ പറ്റുള്ളൂ. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റ് സിറ്റികളിലും ചെറിയ സിറ്റികളിൽ കൂടി ഇത്തരം സമ്മിറ്റുകൾ ആവശ്യമാണ് എന്നുകൂടാണ് എൻ്റെ ഒപ്പീനിയൻ. മിഥുൻ രമേശ്, മീഡിയ വൺ സീനിയർ ന്യൂസ് എഡിറ്റർ SA അജിംസ് തുടങ്ങിയവരും സംബന്ധിച്ചു. പരിപാടിയുടെ സൈൻ ഓഫ് റിയാസ് ഹക്കീമിന്റെ ലീഡിംഗ് വിത്ത് ദ ഹേർട്ട് ഇൻ എ ബിസിനസ് വേൾഡ് എന്ന സെഷനോടെയായിരുന്നു. 10 മുതൽ 11 വരെ നീണ്ട ഫ്യൂച്ചർ സമ്മിറ്റിലെ അത്താഴവിരുന്നും ഇടവേളകളും ബിസിനസ് സമൂഹത്തിന്റെ നെറ്റ്വർക്കിംഗിന്റെ സമയമായിരുന്നു. അറബ് കൺസൾട്ടന്റ് ഹൗസ് ആയിരുന്നു ഫ്യൂച്ചർ സമ്മിറ്റിന്റെ മുഖ്യ പ്രായോജകർ. മീഡിയ വൺ, ജിദ്ദ.